ഇന്ത്യൻ ചെമ്മീന് അമേരിക്കയിൽ വലിയ പ്രിയമാണ്. അമേരിക്കയിലെ സായിപ്പ് രണ്ട് സ്മോൾ അടിച്ചിട്ട് ടച്ചിങ് സൈഡ് തൊട്ട് നിൽക്കുന്നത് മുതൽ അവരുടെ അത്താഴത്തിലെ പ്രധാന വിഭവമായി വരെ ഇന്ത്യൻ ചെമ്മീന് ഒരു വലിയ സ്ഥാനമുണ്ട് അങ്ങ് അമേരിക്കയിൽ. ഏകദേശം 62,408 കോടി രൂപയുടെ ചെമ്മീൻ ഉൾപ്പെടെയുള്ള കടൽ വിഭവങ്ങളാണ് 2024-25 വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. പക്ഷെ ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇന്ത്യക്ക് മേൽ 50% തീരുവ ഇറക്കുമതി ചുമത്തിയതോടെ പെട്ടുപോയത് ആന്ധ്രയിലെ ചെമ്മീൻ കർഷകരാണ്. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ചെമ്മീനിൽ 80% ആന്ധ്രയിൽ നിന്നാണ്. ആന്ധ്രയിൽ നിന്നുള്ള 70% ചെമ്മീനും US-ലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. 50% ഇറക്കുമതി തീരുവ ഏറ്റുവാങ്ങാനാകാതെ ചെമ്മീൻ സംസ്കരണ ഫാക്ടറികൾ പലതും അടച്ചുപൂട്ടിയിരുന്നു. പക്ഷെ മോഡി സർക്കാരിന്റെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ ചെമ്മീൻ കർഷകരെ തുണച്ചു. ഒരുപിടി മറുതന്ത്രങ്ങളിലൂടെ ഇന്ത്യ US ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഇപ്പോൾ കരകയറി വരികയാണ്. ആദ്യം തന്നെ മോദി സർക്കാർ ചെയ്തത് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ അടിയന്തര യോഗം വിളിച്ചു കൂട്ടുക എന്നതായിരുന്നു. ചെമ്മീനും ഞണ്ടും ഉൾപ്പെടെയുള്ളവയ്ക്ക് ആഭ്യന്തര വിപണി എവിടെയെല്ലാം കണ്ടെത്താൻ സാധിക്കുമെന്ന് സംബന്ധിച്ച രൂപരേഖ ഉണ്ടാക്കി. ഇവിടെ വലിയൊരു മാറ്റം തന്നെ ചെമ്മീൻ കർഷകർ വരുത്തി. ചെമ്മീൻ നേരിട്ട് നൽകുന്നതിന് പകരം ചെമ്മീനുകളെ ജീവനോടെ വെള്ളത്തിൽ നിക്ഷേപിച്ച് ആകർഷകമായിട്ടുള്ള രീതിയിൽ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിച്ചു. ഇത് വലിയ മാറ്റം ഉണ്ടാക്കി. ജീവനുള്ള ചെമ്മീനെ അപ്പോൾ ലഭ്യമാകുന്ന രീതി പല ഉപഭോക്താക്കളെയും ആകർഷിച്ചു. ആഭ്യന്തര വിപണി US വിപണിയിൽ നിന്നുള്ള നഷ്ടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയില്ലെങ്കിലും നേരിയ ഒരു ആശ്വാസം ഇതിൽ നിന്ന് ലഭിച്ചു. ഏറ്റവും വലിയ ആശ്വാസം കൈവന്നത് ചെമ്മീന് മറ്റ് ലോക വിപണികൾ തുറന്നു കിട്ടിയതോടെയാണ്. ഇതിനായി കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നിതാന്ത പരിശ്രമം തന്നെ ഉണ്ടായിരുന്നു. നിരന്തരമായി ബന്ധപ്പെട്ടതിലൂടെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വിപണികൾ തുറന്നു കിട്ടി. ഇതോടെ വൻതോതിൽ ഈ രാജ്യങ്ങളിലേക്ക് ചെമ്മീൻ കയറ്റുമതി അയക്കാനും തുടങ്ങി. യൂറോപ്യൻ യൂണിയൻ ഏറെക്കാലമായി ഇന്ത്യയുടെ മത്സ്യവിഭവങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. ഇവിടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ശക്തമായി ഇടപെട്ടതോടെ ഇന്ത്യയിലെ 102 ഫാമുകൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള അനുമതി ലഭിച്ചു. ഇതിന് പിന്നാലെ റഷ്യയുടെ വിപണിയും ഇന്ത്യക്ക് തുറന്നു കിട്ടി. 25 ഇന്ത്യൻ കമ്പനികളിൽ നിന്നുള്ള ചെമ്മീൻ റഷ്യ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും സമയോചിതമായ ഇടപെടൽ കൊണ്ട് ചെമ്മീൻ വിഭവത്തെ വൈവിധ്യവൽക്കരിച്ചും യൂറോപ്പിലേതുൾപ്പെടെയുള്ള വിപണികൾ കണ്ടെത്തിയും ഇന്ത്യക്കകത്തെ ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചും ചെമ്മീൻ കർഷകർക്ക് കൃത്യമായ വരുമാനം ഉറപ്പാക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. ഒപ്പം അമേരിക്ക ഇല്ലെങ്കിലും ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കുമെന്നും താരിഫ് യുദ്ധം കൊണ്ട് ഇന്ത്യയെ വരുതിയിലാക്കാമെന്നത് ട്രംപിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.